പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് അനുഗ്രഹം പ്രാപിപ്പാൻ ആയിരിക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും പ്രാരംഭമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ശരീരം കൊണ്ട് വളരെ ദൂരസ്ഥരായിട്ടാണ് നമ്മളിരിക്കുന്നത്. ഞാൻ ഓർക്കുകയായിരുന്നു, ധനവാനും ലാസറും കൂടെ കണ്ടുമുട്ടിയതുപോലെ നമ്മൾ ടി വിയിൽ കൂടെ അല്ലെങ്കിൽ വിവിധ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നു. കുറച്ച് പേര് ഇവിടെയും സന്നിഹിതരായിട്ടുണ്ട്. എന്നാൽ ദൈവവചനത്തിന് ബന്ധനമില്ല. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ ദൈവവചനം എവിടെ ഇരുന്ന് കേട്ടാലും വചനം കേൾക്കുന്നവരെ സ്പർശിക്കാൻ പരിശുദ്ധാത്മാവിന് കഴിയും. കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ എവിടെ കൂടിയാലും അതിൻ്റെ മധ്യത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവിന് കഴിയും. നിങ്ങൾ ഈ സ്റ്റുഡിയോയിൽ എത്തിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഭവനത്തിനകത്ത് കൊർന്നേലിയോസിൻ്റെ വീടിനകത്ത് ഇറങ്ങി വന്ന ആ പരിശുദ്ധാത്മാവ് നിങ്ങൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് ഇന്ന് പകൽ ഇറങ്ങി വരുന്ന പകൽക്കാലമാണ്. നമുക്ക് ദൈവവചനത്തിലെ ചിന്തകളിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുവാനായിട്ട്. സമയത്തിന് പരിമിതികളുണ്ടെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് വളരെ പ്രാർത്ഥനയോടെ ദിവസത്തിലായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നത്, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. പെട്ടെന്ന് അന്നത്തെ സാഹചര്യത്തിൽ യഹൂദന്മാരുടെ ഉത്സവം നടക്കുമ്പോൾ തൊട്ട അടുത്തായിട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ചെന്ന് നിന്നുകൊണ്ട് വിളിച്ചു പറയാൻ. ഈ ഒരു വിഷയത്തിന് ഞാൻ ഒത്തിരി ഊന്നൽ കൊടുത്ത് കഴിഞ്ഞ 24 വർഷം കൊണ്ട് ഈ ഒറ്റ വിഷയത്തിന് വേണ്ടി ഞാൻ ശുശ്രൂഷിക്കുകയും അനേകരുടെ മേൽ പരിശുദ്ധാത്മാവ് ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ എൻ്റെ വീടിനോട് ചേർന്ന് ഞാൻ ഹോളൊക്കെ പണിത് ഇന്നലെയാണ് ഈ മാസത്തെ ക്യാമ്പ് തീർന്നത്. അതുകൊണ്ട് തൊണ്ട ഒട്ടും എടുക്കാൻ കഴിയുന്നില്ല. നിങ്ങളും പ്രാർത്ഥിക്കണം. ഒരു 100-120 പേര് എല്ലാ മാസവും എൻ്റെ വീട്ടിലെത്തും. അവരെ 3 ദിവസം താമസിപ്പിച്ച് ഈ ഒരൊറ്റ വിഷയത്തിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ വീടിനോട് ചേർന്നൊരു ധ്യാന കേന്ദ്രമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലായത്, ഞാനൊരു കൊച്ചു ഉദാഹരണം പറയാം. നമ്മുടെ പ്രധാനമന്ത്രിയോ നമ്മുടെ ഏതെങ്കിലും മുഖ്യമന്ത്രിമാരോ ഏതെങ്കിലും ഒരു അടിയന്തര സാഹചര്യത്തിൽ തന്റെ ഔദ്യോഗിക വാഹനങ്ങളൊന്നും എടുക്കാതെ ആദ്യം വന്ന ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറി തിരുവല്ല ബസ് സ്റ്റാൻഡിൽ വന്ന് നിന്നുകൊണ്ട് ഒരു കാര്യം വിളിച്ചു പറഞ്ഞെന്നിരിക്കട്ടെ. മുഖ്യമന്ത്രി ഒരിക്കലും അങ്ങനെ വന്ന് നിന്ന് വിളിച്ചു പറയത്തില്ല. അങ്ങനത്തെ അടിയന്തര സാഹചര്യങ്ങളൊന്നും കേരളത്തിലില്ല. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറയാം, മുഖ്യമന്ത്രി വന്ന് നിന്നുകൊണ്ടൊരു കാര്യം വിളിച്ചു പറയണമെങ്കിൽ ആ വിഷയത്തിന് അത്ര കണ്ട് പ്രാധാന്യമുണ്ട്. എന്നാൽ ഇവിടെ ഞാൻ വായിച്ചപ്പോൾ ഞെട്ടിപ്പോയത്, സ്വർഗത്തിന്റെ അധികാരിയായ ദൈവത്തിന്റെ ഓമനകുമാരനായ ഭൂമിയുടെ അധികാരിയായ സകല നാമത്തിന് മേലായ നാമമുള്ള കർത്താവും രാജാതിരാജാവുമായ യേശുക്രിസ്തു മനുഷ്യവേഷം ധരിച്ച് ഭൂമിയിൽ കടന്നു വന്ന് ഒരിക്കൽ ഒരു ഉത്സവ പറമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. യേശു നിന്നുകൊണ്ട് വിളിച്ചു പറയണമെങ്കിൽ അതിനകത്ത് എന്തോ കാര്യമുണ്ട്. ഇങ്ങനെയാ വായിക്കുന്നത്, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. കേട്ടവർക്ക് ഒരു പക്ഷേ പെട്ടെന്ന് പിടികിട്ടിയില്ല, കാണത്തില്ല. അതുകൊണ്ട് എഴുത്തുകാരൻ ബ്രാക്കറ്റിൽ ഇങ്ങനെ എഴുതി വെച്ചു, അത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുവാനുള്ള ആത്മാവിനെ കുറിച്ചാ പറഞ്ഞു. ഹല്ലേലൂയ. യേശു നിന്നുകൊണ്ട് ഇത് വിളിച്ചു പറഞ്ഞെന്ന് വായിച്ച അന്ന് മുതൽ, ഏതാണ്ട് 24 വർഷം മുമ്പ് ഇത് വായിച്ച അന്ന് മുതൽ ഞാൻ ഈ വിഷയം നിന്ന് തെരുക്കോണുകളിലും മീഡിയയിലൂടെയും എൻ്റെ വീടിൻ്റെ മുറ്റത്തും എന്നെ അയക്കുന്ന ഏത് രാജ്യത്തും നിന്നുകൊണ്ട് ശക്തിയോടെ നാണമില്ലാതെ ഈ കാര്യം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ വിഷയത്തിന്റെ ഗൗരവം കുറച്ചുകൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ പ്രധാനപ്പെട്ട അപ്പോസ്തലന്മാർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ, അപ്പൊല്ലോസ് കൊരിന്ത്യയിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിലെത്തി. അവിടെ ചെന്ന് യോഹന്നാന്റെ ചില ശിഷ്യന്മാരെ കണ്ടു. അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? കാരണം അവിടെ ഇങ്ങനെ എഴുതിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ച്. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്ന ഏത് സമുദായത്തിലായിക്കോട്ടെ, ഏത് വിഭാഗത്തിലായിക്കോട്ടെ, നിങ്ങൾ യേശുവിനെ വിശ്വസിക്കുന്നുണ്ടാണല്ലോ ഇന്ന് TV ഓൺ ചെയ്ത് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുവാനായിട്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു?
അന്ന് യാക്കോബായ കനര പള്ളിയില് ദീർഘവർഷങ്ങളായിരുന്ന എന്നെ സംബന്ധിച്ച് 24 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ വസ്തുതയെ കുറിച്ച് അറിയുന്നത്. ഞാൻ ആ ദിവസങ്ങളിൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദാഹവും വിശ്വാസവും ഒക്കെ ഉണ്ടെങ്കിൽ ഏത് വ്യക്തിക്കും ഇന്നും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറ്റും. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ആ ശക്തി ഇന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റും. പൗലോസ് എന്നിട്ട് അവരോട് ചോദിക്കുക, യോഹന്നാന്റെ ശിഷ്യന്മാരെന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. വേണമെങ്കിൽ പൗലോസിനോട് തർക്കിക്കുവാൻ ആ 12 ശിഷ്യന്മാർക്ക് കഴിയും. കാരണം ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി, പൗലോസേ, നിങ്ങളുടെ യേശുവിനെ സ്നാനപ്പെടുത്തിയത് ആരാ? യോഹന്നാൻ സ്നാപകൻ. അദ്ദേഹത്തിന്റെ കൈ കീഴാണ് ഞങ്ങൾ സ്നാനപ്പെട്ടത്. ഇനി അതിനപ്പുറത്തോട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? യോഹന്നാന്റെ കൈ കീഴല്ലേ യേശു സ്നാനപ്പെട്ടത്, അതിനപ്പുറത്തേക്ക് ഇനി എന്താ ഉള്ളത്? പക്ഷേ പൗലോസ് അവരോട് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ 12 പേരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ 12 പേരും നമ്മളവിടെ കാണുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അന്യഭാഷ പറഞ്ഞ് അവർ പ്രവചിച്ചു. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഉൾപ്രദേശത്തൂടെ പൗലോസ് ഇന്നത്തെ പോലെ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാതെ നടന്ന് കഷ്ടപ്പെട്ട് എഫെസോസിലേക്ക് പോകുമ്പോൾ അപ്പോസ്തലനോട് നമുക്ക് ചോദിക്കാം, ദൈവദാസ, നിങ്ങളുടെ ആരെങ്കിലും അവിടെ ഉണ്ടോ? ഇന്ന് പല ദൈവദാസന്മാർ വിദേശത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ശുശ്രൂഷിക്കാനായിരിക്കത്തില്ല, മക്കളൊക്കെ അവിടെ വിവാഹം കഴിച്ച് അയച്ചതുകൊണ്ട് അവരുടെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ പോകുന്നവരുണ്ടായിരിക്കാം. പക്ഷെ പൗലോസ് മിഷണറി യാത്ര ചെയ്തത് മക്കൾ എവിടെയെങ്കിലും ഉള്ളത് കൊണ്ടല്ല. അദ്ദേഹം പോയത് അദ്ദേഹത്തിന്റെ ഒരു ദർശനമായിരുന്നു, എല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഈ വിഷയത്തിൽ പൗലോസ് മാത്രമല്ല മുൻതൂക്കം കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ശമരിയ പട്ടണത്തിൽ ഫിലിപ്പോസ് മുഖാന്തരം വലിയൊരു സഭ ഉളവായി വന്നു. അവിടെ വീരപ്രവൃത്തികളുണ്ട്, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വചനമുണ്ട്. അവിടെ യേശുക്രിസ്തുവിന്റെ നാമത്തെയും ദൈവരാജ്യത്തെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസ് എന്നാണ്. അതാണ് യഥാർത്ഥ സുവിശേഷം. സത്യത്തില് അതവിടെ അറിയിക്കാൻ ഫിലിപ്പോസ് ഉണ്ട്. സത്യസുവിശേഷം യഥാർത്ഥമായി പ്രസംഗിക്കപ്പെട്ടതുകൊണ്ട് ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വിവിധ വീരപ്രവർത്തികളാലും അന്ന് യേശുക്രിസ്തു ഇത് പറഞ്ഞു തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തോ അതുപോലെ ശമരിയ പട്ടണത്തിൽ ഫിലിപ്പോസിനോട് കൂടെ നിന്ന് ഉറപ്പിച്ച് വചനത്തെ ഉറപ്പിക്കുന്നുണ്ട്. അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്, സ്നാനം നടക്കുന്നുണ്ട്, മാനസാന്തരം നടക്കുന്നുണ്ട്, വലിയ വചന ശുശ്രൂഷ നടക്കുന്നുണ്ട്. എല്ലാം ശരിയാ. ഇത്രയുള്ളപ്പോ പിന്നെ പത്രോസും യോഹന്നാനും ശമരിക്ക് പോകേണ്ട വല്ല കാര്യമുണ്ടോ? എന്നാൽ ശമരിയിലേക്ക് പത്രോസും യോഹന്നാനും പോയത് ചർച്ച് ഹോള് പണിയാനല്ല, സെമിത്തേരിക്ക് സ്ഥലം മേടിക്കാനല്ല. അതൊക്കെ ആവശ്യം തന്നെയാ. പക്ഷെ അതിനേക്കാൾ പ്രധാനമായി ഇവർ ചെന്ന് സ്നാനപ്പെട്ട് ഓരോരുത്തരുടെ മേലും കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുവരെയും അവരുടെ മേൽ ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റിരുന്നതേ ഉള്ളൂ. സ്നാനപ്പെട്ടവരെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരിക്കണമെന്ന് അപ്പോസ്തലന്മാർ വളരെയധികം നിർബന്ധിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറയാൻ കാര്യം? നമ്മൾ വിചാരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പദ്ധതിയാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ പദ്ധതി അല്ല ഇത്. ശരിക്കും വായിക്കുമ്പോ യേശു പറയുന്നുണ്ട്, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. യോവേൽ പ്രവാചകൻ മുഖാന്തരം ദൈവം പറയാണ്, അന്ത്യകാലമാകുമ്പോൾ ഞാൻ സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. പിതാവിന്റെ പദ്ധതിയെ പൂർത്തീകരിക്കുക. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ പരിചയപ്പെടുത്തുമ്പോൾ വെള്ളം വീഞ്ഞാക്കുന്ന, വെള്ളത്തിന്റെ മുകളിൽ കൂടെ നടക്കാൻ കഴിവുള്ള, മരിച്ചവരെ വിറപ്പിക്കുന്ന ഒരുവൻ എന്റെ പിന്നാലെ വരുന്നു, കടന്നു വരിക, സംബന്ധിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ഇങ്ങനെ അല്ല യോഹന്നാൻ യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. യോഹന്നാൻ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, എന്റെ പിന്നാലെ ഒരാൾ വരുന്നുണ്ട്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം കഴിപ്പിക്കും. ഞാൻ നിങ്ങൾക്ക് വെള്ളം കൊണ്ട് സ്നാനം തരും, എന്നാൽ എന്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങളെ സ്നാനം കഴിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പെട്ടെന്ന് ചില കാര്യങ്ങൾ ഒന്ന് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. ഈ വിഷയം ഇന്ന് പലപ്പോഴും തർക്ക വിഷയമാണ്, പലരും പുച്ഛത്തോടെ കാണുന്ന ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത്. എന്നാൽ തൃത്വത്തിൽ മൂന്നാമനായ ഇന്ന് ഭൂമിയിൽ നമ്മുടെ കൂടെ ഇരിപ്പാൻ, നമ്മുടെ കാര്യസ്ഥനായി കർത്താവ് പിതാവിനോട് അപേക്ഷിച്ചിട്ട് ലോകത്തിലേക്ക് അയച്ച് ഇന്നും നമ്മോട് കൂടെയുള്ള, പക്ഷെ നമ്മളാരും ഈ ആധുനിക ലോകത്ത് ഇത് കണ്ടെത്താത്ത എന്താണെന്നറിയാമോ? യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല, പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് ഞാൻ അയക്കും. പക്ഷേ ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനെ അവർക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല. ലോകം ഇത് കണ്ടെത്തിയില്ലെങ്കിലും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി ഇന്നും വ്യാപരിക്കുന്ന അത്യന്ത ശക്തി നിങ്ങൾ എവിടെ ഇരുന്നു കൊണ്ട് ഈ വചനം കേട്ടാലും കൊർന്നല്യോസിന്റെ വീട്ടിൽ വന്നതുപോലെ ഇന്ന് നിങ്ങളുടെ വീടിനകത്ത് വരാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു.
എന്തിനാ ദൈവം അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ആത്മാവിനെ പകരുന്നത്? ശരിയാ, തുള്ളിച്ചാടി മറിഞ്ഞു പോകാനാണോ? അല്ല. ഞാൻ പെട്ടെന്ന് 1-2 കാര്യങ്ങൾ വേഗുന്ന സമയത്തിന്റെ പരിമിതിയിൽ എന്നെ കൊണ്ട് പറയാവുന്നിടത്തോളം, ഇതൊന്നും 45 മിനിറ്റ് ഉണ്ടെന്നും പറഞ്ഞ് തീരുക നമുക്കത്തില്ലെങ്കിലും ഞാൻ നോക്കാൻ ശ്രമിക്കാം. നിങ്ങളും പ്രാർത്ഥനയോടെ ആയിരിക്കണം. നിങ്ങൾ നോക്കിയേ, ഒന്നാം നൂറ്റാണ്ടിലെ പരിശുദ്ധാത്മാവിന്റെ കടന്നുവരവ് മർക്കോസിന്റെ വീട്ടിലുണ്ടായപ്പോൾ സത്യത്തിൽ വലിയ മുഴക്കവും ഭയങ്കര കൊടുങ്കാറ്റടിക്കുന്ന അനുഭവവും ഒക്കെ ഉണ്ടായി എന്നുള്ളത് ശരിയാ. അതൊക്കെ എന്തിനാന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. അതെന്തിനാന്നറിയോ? വലിയ മുഴക്കവും ഭയങ്കര കൊടുങ്കാറ്റടിക്കുന്ന അനുഭവമൊക്കെ ഉണ്ടായത് എന്തിനാ? പിന്നൊന്നും അങ്ങ് സംഭവിച്ചിട്ടില്ല. എനിക്ക് പിടികിട്ടി എന്തിനാന്ന്. നിങ്ങളുടെ വീടിനകത്തോട്ട് ഒരാൾ കയറി വരിക, മെയിൻ ഡോർ ചവിട്ടി പൊളിച്ച് സിറ്റ് ഔട്ടിൽ കിടന്ന കാറൊക്കെ എടുത്ത് എറിഞ്ഞ് നിങ്ങളുടെ ഡൈനിങ് ടേബിളൊക്കെ മറിച്ചിട്ട് ഒരുത്തൻ നിങ്ങളുടെ അകത്തോട്ട് കയറി വരുന്നെങ്കിൽ അത് ചുണ്ടലിയാകാൻ സാധ്യതയില്ല, അത് കൊമ്പനാനെ ആയിരിക്കും. അയ്യോ, കൊടുങ്കാറ്റടിക്കുന്ന പോലെ വലിയ മുഴക്കത്തോട് ഒരു വീട്ടിലോട്ട് ഒരാൾ വന്ന് കയറിയേ, അവന്റെ പേരാ പരിശുദ്ധാത്മാവ്. എന്തിനാ അത് വെളിപ്പെടുത്തുന്നറിയോ? ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. തിരിച്ചറിയുന്നവർ ആ കരങ്ങൾ ഉയർത്തി കർത്താവിനെ ശക്തിയോടൊന്ന് സ്തുതിച്ചാട്ട്. ലോകത്തിലുള്ളവനെക്കാട്ടിലും വലിയവനെ ദൈവം നമ്മുടെ ഉള്ളിലാക്കിയിരിക്കുക. പഴയ നിയമത്തില് ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ടുണ്ട്, അത് പുറത്താ വന്നത്, മനുഷ്യന്റെ മേൽ വന്നെന്ന് എഴുതിയിരിക്കുന്നത്. ശിംശോന്റെ ഒക്കെ മേൽ വന്ന് ശിംശോനെ കൊണ്ടൊക്കെ അമാനുഷിക കാര്യങ്ങൾ ചെയ്യിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ശിംശോൻ സിംഹത്തെ കീറി, സിംഹം ചത്തുപോയി. ശിംശോൻ പെണ്ണ് കാണാൻ പോയി, ആത്മാവ് സ്വർഗത്തിലേക്കും പോയി. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. എന്നേക്കും നിങ്ങളോട് ഇരിക്കാൻ എസ്കേൽ പ്രവാചകനോട് ദൈവം പറഞ്ഞത്, ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ ഉള്ളിലാക്കും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. നിങ്ങളുടെ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഈ തലമുറയിൽ വന്നാൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ വേഗം ഒന്ന് തൊട്ടുവിടാൻ ആഗ്രഹിക്കുക. മർക്കോസിന്റെ വീടിനകത്ത് വന്നപ്പോൾ സത്യത്തിൽ ഈ കൊടുങ്കാറ്റും മുഴക്കമൊക്കെ ഉണ്ടായെങ്കിലും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരുന്നു? എല്ലാം കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്? ഇപ്പൊ വലിയൊരു കൊടുങ്കാറ്റും മഴയൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഏത്തവാഴ ഒടിഞ്ഞു കിടക്കുന്ന നമ്മൾ ലാസ്റ്റ് കാണുന്നത്. മഴയിൽ നിന്നു കാറ്റിൽ നിന്നു, പക്ഷെ ഏത്തവാഴയിൽ ഒടിഞ്ഞെടുക്കുക. ഇതുപോലെ ഈ മർക്കോസിന്റെ വീട്ടിൽ ആത്മാവ് വന്നതിന് ശേഷം ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരുന്നു? വായിപ്പിക്കുന്നില്ല. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? കൊടുങ്കാറ്റടിക്കും പോലെ അഗ്നിജ്വാല പോലെ വിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഒന്നാമത്തെ അനുഭവം ഞാൻ പറയാം. നമുക്കൊരു പുതിയ ഭാഷ കൈമാറും പരിശുദ്ധാത്മാവ്. ഇന്ന് പലപ്പോഴും ഇതൊരു ചർച്ചാ വിഷയമാണ്. അന്യഭാഷയെ പരിഹസിക്കുന്നവരുണ്ട്. അന്യഭാഷയില്ലേ സ്വർഗത്തിൽ പോകത്തില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. അന്യഭാഷയില്ലേ സ്വർഗത്തിൽ പോകില്ല എന്നൊന്നും പറയാൻ ഞാൻ ഈ സമയം ഉപയോഗിക്കുന്നില്ല. അന്യഭാഷയുടെ ഗുണമെന്ന് പറയുമ്പോൾ അതില്ലാത്തവര്, അന്യഭാഷയൊക്കെ ഇല്ലാത്തവര് അവരുടെ വണ്ടി നഷ്ടത്തിലാ ഓടുന്നെന്ന് ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഇപ്പൊ ഈ അന്യഭാഷ അന്ന് പറഞ്ഞപ്പോ, അന്ന് 18ഓളം രാജ്യങ്ങളിൽ നിന്ന് വന്ന ആളുകൾ അവര് ഇത് കേട്ടിട്ട് അവര് പറഞ്ഞത് ഈ അറബി ദേശത്തു നിന്നൊക്കെ അന്ന് പെരുന്നാളിന് വന്നവര്, ഈ മുക്കോന്മാര്, ഗലീലക്കടപ്പുറത്ത് മീൻ പിടിച്ച് നടന്ന മുക്കോന്മാര് അന്യഭാഷ പറയുന്നത് കേട്ടപ്പോ ഇവരെന്താ പറഞ്ഞെന്നറിയോ? കായ്ക്കാന്ന് പറയുന്നല്ല. ബൈബിൾ എടുത്ത് നോക്കിയാൽ മതി. അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെയല്ലോ പ്രസ്താവിക്കുന്നത്. ഇപ്പൊ പൗലോസ് സ്വർഗത്തിൽ പോയി, 3-ാം സ്വർഗത്തിലൊക്കെ പോയി, മനുഷ്യർക്ക് സംസാരിക്കാൻ മേലാത്ത ഭാഷയൊക്കെ കേട്ടിട്ട് വന്ന് അദ്ദേഹം കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ അദ്ദേഹം നമുക്ക് വേണ്ടി എഴുതി തന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 കൊരിന്തി 14:2 പറയുന്നു, അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ ഇന്ന് ദൈവത്തോടാ സംസാരിക്കുന്നു. നിങ്ങൾ ഇംഗ്ലീഷ് എന്തിനാ? നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്തിനാ? സായിപ്പിനെ കണ്ട സംസാരിക്കാനല്ലേ. തമിഴ് എന്തിനാ? തമിഴരെ കാണുമ്പോൾ സംസാരിക്കാൻ. കന്നഡ എന്തിനാ? കന്നഡക്കാരോട് സംസാരിക്കാൻ, കർണാടകയോട് സംസാരിക്കാൻ. പക്ഷേ ഇന്ന് അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, എൻ്റെ മേൽ 2023 ഈ പരിശുദ്ധാത്മാവ് ഒരിക്കൽ വന്നു കഴിഞ്ഞതിന് ശേഷം എൻ്റെ നാവിലും പുതിയൊരു ഭാഷ കിട്ടിയിട്ടുണ്ട്. ബൈബിൾ വായിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എന്താണെന്നറിയോ? അന്യഭാഷകളിൽ ഇന്ന് സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല, അവർ ദൈവത്തോടെ സംസാരിക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഫോൺ വിളിച്ചാൽ പ്രധാനമന്ത്രി എടുക്കുമോ? ഇല്ല. നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ എടുക്കത്തില്ല, പിന്നല്ലയോ പ്രധാനമന്ത്രി എടുക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒറ്റ വിളിക്ക് പ്രധാനമന്ത്രി എടുക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് എന്തോ ഉന്നതമായ പദവി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ
ഒരൊറ്റ വിളിക്ക് പ്രധാനമന്ത്രിയെ കിട്ടത്തുള്ളൂ. അങ്ങനാണെങ്കിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ച മഹാദൈവത്തോട് ഇടനിലക്കാരില്ലാതെ നേരിട്ട് ഏത് സമയത്തും അപ്പാ പിതാവേ എന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് ഒരു പദവി തന്നിട്ടുണ്ടെങ്കിൽ ആ പദവിയുടെ പേര് ഞാൻ പറയാം, പുത്രത്വം. എല്ലാവരും ഒന്ന് കര ഉയർത്തി പറഞ്ഞ് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ സ്വപുത്രന്റെ ആത്മാവിനെ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇതിന്റെ എന്റെ ജീവിതത്തിലെ ചില വർഷങ്ങൾക്ക് മുമ്പ് ഇതിന് അന്യഭാഷയുടെ ഒരു മർമ്മം എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നതൊരു ഹോട്ടലിനകത്ത് വെച്ച്. ഞാൻ ഷാരോന്റെ ഒരു കൺവെൻഷന് പുല്ലൂര് പ്രസംഗിച്ചിട്ട് ഭക്ഷണം പോലും കഴിക്കാതെ പെട്ടെന്ന് വരിക, ധൃതി വെച്ച് പത്തനാപുരത്ത് വന്നപ്പോ ഒന്ന് വെച്ചെന്നപ്പോ ഞാനും ഡ്രൈവറും കൂടെ ഒരു ഹോട്ടലിൽ കയറി. പെട്ടെന്ന് എനിക്ക് US-ൽ നിന്ന് ഒരു കോൾ വന്നു. എന്നോട് പറഞ്ഞു, യൂട്യൂബിൽ പാസ്റ്റർ പ്രസംഗം കേട്ടു, പാസ്റ്റർ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം ഹാർട്ടിന് ഓപ്പറേഷൻ പറഞ്ഞിരുന്നു, അമ്മയുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മയുടെ ശരീരത്തിൽ നിന്ന് രോഗാത്മാവ് വിട്ടുപോയെന്നൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണല്ലോ. ഞാൻ ഇവിടെ ജോലി ചെയ്യുക, എൻ്റെ ഭാര്യ ഇവിടെ നേഴ്സാണ്, എൻ്റെ കഴുത്തിൻ്റെ ഇവിടെ ഒരു മുഴ വന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, നേഴ്സ് ആയതുകൊണ്ട് പറഞ്ഞു അത് തൈറോയിഡാ, കുഴപ്പമില്ല. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു, അത് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു. അപ്പോൾ ചോദിച്ചു, നമുക്ക് ആശുപത്രി പോകാം. അങ്ങനെ ആശുപത്രി പോയി പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറയുക, വോക്കൽ കോഡിൻ്റെ അവിടം വരെയും ദശ വളർന്ന് നിൽക്കുക, ഓപ്പറേഷൻ ചെയ്തല്ലേ പറ്റത്തുള്ളെന്ന്. ഡോക്ടർ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്തെല്ലാം മാറ്റിത്തരാം, പക്ഷെ ഒരു കാര്യമുണ്ട്, സംസാരശേഷി പിന്നെ ഉണ്ടാകത്തില്ലെന്ന്. ഇത് കേട്ട് നടുങ്ങിപ്പോയ ഓപ്പറേഷൻ്റെ ഡേറ്റും തീരുമാനിച്ച് ഷാജി എന്ന് പറയുന്ന ഇദ്ദേഹം അതേ വീട്ടിൽ വന്നിട്ട് യാദൃശ്ചികമായി ഈ മൊബൈൽ ഫോൺ എടുത്ത് തുറന്ന് നോക്കുമ്പോൾ യൂട്യൂബിൽ എൻ്റെ സാക്ഷ്യം കിടക്കുക. എന്നോട് പറയുക, അമ്മയുടെ ഓപ്പറേഷൻ്റെ സമയത്ത് അമ്മയുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഓപ്പറേഷൻ മാറിപ്പോയത് സത്യമാണെങ്കിൽ പാസ്റ്റർ പറഞ്ഞിരിക്കുന്നതിനകത്ത് വല്ല കാര്യം ഉണ്ടെങ്കിൽ പാസ്റ്റർ എനിക്ക് വേണ്ടി ഒന്ന് ഇപ്പൊ പ്രാർത്ഥിക്കുക ഫോണിൽ കൂടെ. എൻ്റെ കയ്യിൽ എൻ്റെ ഫോൺ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ യൂട്യൂബിൽ നമ്മളിത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയല്ലേ, അദ്ദേഹം അത് കണ്ടുകൊണ്ട് നിഷ്കളങ്കമായി വിശ്വസിച്ചിട്ടാണ് വിളിക്കുന്നത്. പെട്ടെന്ന് ഞാനൊരു നിമിഷം ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അകത്തൊരു വചനം തന്നു. ആ വചനം ഏതാണെന്നറിയാമോ? യോശുവ 10:12-13. ഞാൻ പെട്ടെന്ന് ചിന്തിച്ച് തന്നെ ഈ വചനം കയറി വരുന്നത്. സൺഡേ സ്കൂളിലൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ യോശുവ സൂര്യനോട് സംസാരിച്ചു, ചന്ദ്രനോട് സംസാരിച്ചു, അത് നിന്നെന്ന്. പക്ഷെ അവിടെ കാണാതെ പോയൊരു കാര്യം ദൈവാത്മാവ് ഈ സമയത്ത് എന്നെ എടുത്തു കാണിച്ചു. ഇങ്ങനെ ആ വാക്യം, അമ്മോന്യരെ ഇസ്രായേൽ മക്കളുടെ കയ്യിൽ യഹോവയായ ദൈവം ഏൽപ്പിച്ചു കൊടുത്ത ആ ദിവസം യോശുവ കണ്ടം വഴി ഓടി അദ്ദേഹത്തിന്റെ അമ്മ വീട്ടിൽ പോയിട്ട് അവര് പോയോ എന്ന് വിളിച്ച് ചോദിച്ചെന്നല്ല. ദൈവം അഭിഷേകം ചെയ്തവരൊന്നും ഭീരുക്കളല്ല. ഒരു സൈന്യം നിന്റെ നേരെ പാളയമിറങ്ങിയാലും നിനക്ക് യുദ്ധം നേരിട്ടാലും നീ നിർഭയമായിരിക്കും. കാരണം നിന്നോടുകൂടെ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനായതുകൊണ്ട്. യോശുവ അവിടെ ചെയ്തത് എന്താണെന്നറിയാമോ? അവിടെ ഇങ്ങനെ എഴുതിയേക്കും, നിങ്ങൾ പിന്നെ നോക്കിയാൽ മതി. യോശുവ യഹോവയോട് സംസാരിച്ചു. നിങ്ങൾ ആരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യഹോവയോട് സംസാരിച്ചു. അമ്മാവന് ഫോൺ ചെയ്തെന്നല്ല, മുഖ്യമന്ത്രിയെ വിളിച്ചെന്നല്ല, യഹോവയോട് സംസാരിച്ചു. എന്നിട്ട് ഇസ്രായേൽ മക്കൾ കാണെ അവൻ, സൂര്യ നീ ഗിബെയോനിലും, ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരയിലും നിൽക്ക എന്ന് പറഞ്ഞു. അല്ല കല്ലുവർക്ക് എറിഞ്ഞെന്നല്ല, പറഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ദൈവാത്മാവ് വെളിപ്പെടുത്തിയത് യഹോവയോട് സംസാരിക്കാൻ കഴിവുള്ളവർക്ക് ഏത് സൂര്യനോടും പറയാനുള്ള ഒരധികാരമുണ്ട്. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾ ആരോടൊക്കെ സംസാരിച്ചിട്ടും നടക്കാത്ത കാര്യങ്ങൾ ദൈവത്തോട് സംസാരിച്ചാൽ മിനിറ്റുകൾ കൊണ്ട് നടത്തിത്തരാൻ കഴിവുള്ള ഒരു മഹാദൈവം ജീവിക്കുന്നെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ധൃതി വെക്കുന്ന ഈ സമയത്തിനകത്ത് എനിക്കുള്ള കാര്യങ്ങൾ ഓർപ്പിക്കാനാണ്. യഹോവയോട് സംസാരിച്ചിട്ട് സൂര്യനോട് പറഞ്ഞു. പ്രധാനമന്ത്രിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പോലീസുകാരൻ എൻ്റെ വണ്ടി തടഞ്ഞാൽ നിശ്ചയമായിട്ട് ഞാൻ കയർത്ത് സംസാരിക്കും. വണ്ടി മാറ്റം, പ്രധാനമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. യഹോവയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് യോശുവ സൂര്യനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി. നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. മാളിക മുറിക്കകത്ത് കൈമാറിയത് ഈ അനുഗ്രഹമാണ്. അന്യഭാഷകളിൽ സംസാരിക്കുന്നവർക്ക് ദൈവത്തോട് സംസാരിക്കാനുള്ള കഴിവാണുള്ളത്. ഈ തലമുറയിൽ ഇത് വിശ്വസിക്കുന്ന ആരെങ്കിലും അന്യഭാഷയിൽ അല്പസമയം സംസാരിച്ചിട്ട് നിന്റെ വിഷയങ്ങളെ നോക്കി വിളിച്ചു പറഞ്ഞാൽ ഇന്നും നിന്റെ വിഷയത്തിനകത്ത് തീർപ്പ് കൽപ്പിക്കാൻ അതേ ശക്തി വ്യാപരിക്കാനിടയായിത്തീരും. ഞാൻ പ്രാക്ടീസ് ചെയ്തു.
ദൈവം പറഞ്ഞായോണ്ട് എനിക്ക് സംശയം തോന്നിയില്ല. ഫോൺ കൈ പിടിച്ചുകൊണ്ട് തട്ടുകടക്കാർക്ക് അറിയത്തില്ലല്ലോ അന്യഭാഷ എന്നാന്ന്. ഞാൻ തട്ടുകടയുടെ പുറയിലോട്ട് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് റബൂനി അസ്തന റഗദൽകര റിഖാനബല ബൗദ്ധി രഹസ്യാര അങ്ങനെ അങ്ങോട്ട് അന്യഭാഷ പറഞ്ഞു. ബൈബിൾ പറയുക, അന്യഭാഷ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെത്താൻ ആത്മീയ വർധന വരും, തന്നെത്താൻ ആത്മീയ വർധന വരും. ഇങ്ങനെ അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അകത്തൊരു നിയോഗം വന്നപ്പോൾ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, US-ലെ ഷാജിയുടെ കഴുത്തിലെ മുഴകൾക്ക് പോകാം. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ലോകമെമ്പാടും കാണുന്ന ഈ മീഡിയക്കകത്തൂടെയാ ഞാനിത് ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. ആ മനുഷ്യനും ഒരുപക്ഷെ US-ൽ ഇത് കേൾക്കുന്നുണ്ടായിരിക്കാം. ഇന്ന് രാത്രി, ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി ഉണ്ട് പ്രിയപ്പെട്ടവരെ. ശിഖബല ഹന്തരാദിയ. ഞാൻ ഫോൺ വെച്ചു, ഞാൻ വീട്ടിൽ പോന്നു. 1.5 ആഴ്ച കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ അദ്ദേഹം വിളിക്കുക. അദ്ദേഹത്തിന്റെ ഫോൺ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചാ ഓപ്പറേഷൻ കഴിഞ്ഞു, എങ്ങനെയുണ്ടായിരുന്നു? എന്റെ പാസ്റ്റേ, ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നേ. പക്ഷേ ഇന്നായിരുന്നു ഓപ്പറേഷന്റെ ഡേറ്റ്. എന്നെ കയറ്റി കിടത്തി പരിശോധിച്ചു. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് ഡോക്ടർ ചോദിക്കുക, ഇയാൾ മുഴ കൊണ്ടൊന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവർ US-ൽ നിന്ന് വണ്ടി കയറി എന്റെ വീട്ടിൽ വന്ന് 17 ദിവസം എന്റെ കൂടെ താമസിച്ച് ഞാൻ ചോദിച്ചു, എന്തിനാ നിങ്ങൾ US-ൽ നിൽക്കാട്ട് എന്റെ വീട്ടിലോട്ട് വന്നത്? ഇവിടെ ബാക്കിയുള്ളവർ US-ലോട്ട് കാലം നീട്ടിയിരിക്കും, US-ൽ നിന്ന് ആൾക്കാർ. ഞാൻ ചോദിച്ചാൽ എന്തിനാ വന്നത്? പാസ്റ്റർ തട്ടുകടയിൽ നിന്ന് പറഞ്ഞപ്പോ എന്റെ മുഴ കണ്ടില്ല. പാസ്റ്റർ കൈ ഒന്ന് വെച്ച് പ്രാർത്ഥിക്കാനാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ബൈബിള് ഫോഷ്ക്ക് പറയത്തില്ല. എന്താ ഞാൻ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനം എന്താ? മർക്കോസ് 11:23 പറയുന്നു, ആരെങ്കിലും എന്നോട് ചേർന്നു എന്ന് പറഞ്ഞ് ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ഇവിടെ ഒന്ന് മാറി കടലിൽ പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ അത് കടലിൽ പോകുന്നു. എന്നിട്ട് കർത്താവ് പറയാ, സത്യമായിട്ടും പറയുവാന്ന്. സത്യമായിട്ട് യേശു സത്യം ചെയ്ത് പറയണമെങ്കിൽ അതിനകത്തൊരു കാര്യമില്ലേ? അതിനകത്ത് പ്രവാചകന്മാരുടെ കാര്യം അല്ല പറഞ്ഞത്, അപ്പോസ്തലന്മാരുടെ കാര്യം അല്ല പറഞ്ഞത്. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ ഇന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ദൂത് ലോകത്തിന്റെ ഏതെങ്കിലും കോണിലിരുന്ന് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നീ പറയുമ്പോൾ മലകൾ നീങ്ങാൻ പോകുക. നിങ്ങൾ ചോദിക്കും, ഞാൻ പറഞ്ഞാൽ മല നീങ്ങാൻ തക്കവണ്ണം എനിക്കെന്ത് കഴിവാണ് ഉള്ളത്? നിങ്ങളുടെ കഴിവ് കൊണ്ടല്ല, നിങ്ങൾ ആരാണെന്നുള്ളതാണ്. നിങ്ങൾ ആരാന്നറിയാമോ? ബൈബിൾ പറയാണ്, കാൺമീൻ, നാം ദൈവത്തിന്റെ മക്കളെന്ന് വിളിക്കപ്പെടാനാണ് പിതാവ് ഇത്രയും വലിയ സ്നേഹം കാണിച്ചത്. കാൽവരി കുലക്കടത്തിലേക്ക് നോക്കിയാൽ അറിയാം, യേശു കാണിച്ച, പിതാവ് കാണിച്ച സ്നേഹത്തിന്റെ ആഴവും നീളവും ഉയരവും വീതിയും അറിയണമെങ്കിൽ കാൽവറിയിലേക്ക് നോക്കിയാൽ മതി. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നത്, ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷപ്പെടണം. എന്നിട്ട് പറയും, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തെ വിശ്വസിക്കുന്ന ആർക്ക് വേണേലും ദൈവത്തിന്റെ മോനാകാം. മക്കളെങ്കിലും അവകാശികളാണ്. ക്രിസ്തുവിനോട് കൂടെ ഒരു കൂട്ടവകാശമുണ്ട്. ദൈവം പറഞ്ഞാ നടക്കുന്നത് കൊണ്ടാ ദൈവത്തിന്റെ മകനായ യേശു വന്ന് കാറ്റേ അടങ്ങെന്ന് പറഞ്ഞപ്പോൾ കാറ്റടങ്ങിയത്. എന്നാൽ ഇത് നേരിട്ട് കേട്ട ശിഷ്യന്മാരാരെങ്കിലും, ഇസ്രായേലിൽ ഒരുപാട് മലകൾ ഉണ്ടായിട്ടും ഒരു മലയും പോയി ശാസിച്ചില്ല. ഇല്ല. ഇത് ആത്മീയമായിട്ട് വിവേചിക്കേണ്ട, അല്ലാതെ നാട്ടിലെ മല മൊത്തം മാറ്റാനല്ല. അതിന്റെ അർത്ഥം യേശു പറഞ്ഞ എന്തുവാ? മല പോലെ നിൽക്കുന്ന എത്ര വലിയ വിഷയമായാലും നിങ്ങൾ അതിനെ നോക്കി പറഞ്ഞാൽ അത് നീങ്ങും. ഇത് നേരിട്ട് കേട്ട ശിഷ്യന്മാരിത് അതുപോലെ ചെയ്തു നോക്കിയത് ബൈബിളിൽ തെളിവുണ്ട്. മലയോട് പറഞ്ഞില്ല സത്യം, പക്ഷെ മലയോട് പറയുന്നതിന് തുല്യമായ കാര്യം പത്രോസ് ചെയ്തു. നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി 9 വായിച്ചു, 40 വായിച്ചാൽ മതി. അവൻ കരയുന്നവരെ എല്ലാം പുറത്താക്കി, അവൻ അവരെല്ലാം പുറത്താക്കി, മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ശവത്തിന്റെ നേരെ തിരിഞ്ഞു, തബീതേ എഴുന്നേറ്റ് വരിക എന്ന് പറഞ്ഞു. ഉടനെ തബീത കണ്ണു തുറന്നു, എഴുന്നേറ്റിരുന്നു, പത്രോസിനോട് സംസാരിച്ചു. വിശ്വസിക്കുന്നവരാ കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ഒരു മലയോട് പറയുന്നതിന് തുല്യമായ കാര്യമല്ലേ ശവത്തോട് പറയുന്നേ? ശവത്തോട് പറയുന്നതും മലയോട് പറയുന്നതും ഒരുപോലെയുള്ളൂ. എൻ്റെ കൂടപ്പിറപ്പുകളെ, ശവം കണ്ണു തുറന്നെന്ന് അവിടെ ആരെയാ പുറത്താക്കിയത്? പെന്തക്കോസ്തുകാരുടെ ഇടയിലാണ് തബീത മരിച്ചത്, ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അതിലെ സീനിയർ പാസ്റ്ററായ പത്രോസിനെ വരുത്തിയത്.
എന്നാൽ അവിടെ അനുശോചനം പറഞ്ഞ് ശോശപ്പായും വെച്ച് റീത്തും വെച്ചിട്ട് പോകാതെ ആ മനുഷ്യൻ അവരെ പുറത്താക്കിയത്. കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെ മരണ വീട്ടിൽ നിന്ന് പുറത്താക്കിയാൽ ഇന്നത്തെ കാലത്ത് എന്തായിരിക്കും സംഭവിക്കുന്നത്? പക്ഷേ പൗലോസ് അധികാരത്തോടെ അവരെല്ലാം പുറത്താക്കി. താൻ ജീവിച്ചിരുന്നപ്പോൾ തയ്ച്ചു കൊടുത്ത തുണി വാരിപ്പിടിച്ചുകൊണ്ട് പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നവരെല്ലാം പുറത്താക്കിയിട്ട് പറഞ്ഞു, കരച്ചിൽ കൊണ്ടല്ല ഇവിടെ അത്ഭുതം നടക്കാൻ പോകുന്നത്, കൽപ്പിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, യേശുവിൻ്റെ സ്നേഹിതനായ ലാസർ മരിച്ചപ്പോ യേശുവും കരഞ്ഞു. മലയാളം പുസ്തകത്തിൽ കണ്ണുനീര് വാർത്തെന്നേ ഉള്ളൂ, ഇംഗ്ലീഷിൽ ഹി ക്രൈഡ് എന്നാണ്. യേശു കരഞ്ഞിട്ടൊന്നും, ദൈവോത്രം നിന്ന് കരഞ്ഞിട്ടൊന്നും കൂട്ടുകാരൻ എഴുന്നേറ്റ് വന്നില്ല. പക്ഷെ ഇച്ചിരി കരച്ചിൽ നിർത്തിയിട്ട് പറഞ്ഞു, ലാസറേ. ആരെങ്കിലും ഏറ്റെടുക്കുന്നുണ്ടോ? ആരെങ്കിലും ഏറ്റെടുക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കണേ 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 എന്ന് മാത്രം പറഞ്ഞിരിക്കാതെ ക്രിസ്തുവിൽ ഒന്ന് തികഞ്ഞവനായി നിങ്ങൾ ഇരിക്കുന്ന വീടിനകത്തിരുന്നുകൊണ്ട്, ഹല്ലേലൂയ. കൂടെപ്പിറപ്പുകളെ, എന്തുകൊണ്ടാ ഇങ്ങനെ പറയുമ്പം സംഭവം നടക്കുന്നതെന്ന് ഞാൻ ബൈബിളിൽ നിന്ന് കാണിച്ചു തരാം. യെശയ്യാ പ്രവാചകൻ 11-ാം അധ്യായം എഴുതുമ്പോ നമ്മുടെ യേശുവിന്റെ മേലെ ആത്മാവ് വരുന്നതിനെ കുറിച്ച് പറയാം. നമുക്കറിയാം, 7-ാം അധ്യായത്തിൽ കന്യകയിലൂടെ യേശു വരുമെന്നും 9-ാം അധ്യായത്തിൽ നഫ്താലിയുടെ സെബൂലൂന്റെ അതിരുകളിലൂടെ അവൻ ഇരുട്ടിലിരുന്ന ജനത്തിന് വലിയ വെളിച്ചം കൊടുക്കുമെന്നും ഒക്കെ പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. തുടർന്ന് 11-ാം അധ്യായത്തിൽ വന്നും പറയാ, അത് ഇശായിയുടെ കുടുംബത്തിൽ നിന്നാണ് വരാൻ പോകുന്നത്. ബൈബിൾ ഭാഷയിൽ ഇശായിയുടെ കുറ്റിയിൽ നിന്നാണ്. അപ്പോൾ ഇശായിയുടെ കുടുംബത്തിൽ നിന്ന് ഒരുത്തൻ കയറി വരും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. എന്നിട്ട് അതിന്റെ 4-ാമത്തെ വാക്യം എന്താന്ന് നോക്കിയേ. 4-ാമത്തെ വാക്യം ഇങ്ങനെയാ, അവൻ തന്റെ വാ എന്ന വടി കൊണ്ട് ഭൂമിയെ അടിക്കും. ഹല്ലേലൂയ. എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് ഇശായിയുടെ കുറ്റിയിൽ നിന്ന് വന്ന യേശുവിന്റെ മേൽ ആവസിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ വായ ഒരു വടിയായിട്ട് മാറി. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിയേ, മോശയുടെ വടിയോ ഏലിയാവിന്റെ പുതപ്പോ യോശുവയുടെ പെട്ടകമോ എടുക്കാതെ യേശു ക്രിസ്തു ഹല്ലേലൂയ ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവനായി താലൂക്ക് ആശുപത്രിയുടെ വരാന്തയിൽ പോലും കിടക്കാൻ അനുവാദമില്ലാതെ കാലിത്തൊഴുത്തിൽ കിടന്ന് കരമടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത പാമ്പുകൾക്ക് മാളമുള്ളപ്പോഴും പറവകൾക്ക് ആകാശമുള്ളപ്പോഴും ഹല്ലേലൂയ യേശു കർത്താവ് ഒന്നുമില്ലാത്തവനായി ഇവിടെ വന്നെങ്കിലും നിങ്ങൾ നോക്കിയേ, യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ ആവസിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ വായ ഒരു വടിയായിട്ട് മാറിയെന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. നിനക്ക് എടുത്തു പറയാൻ ഒന്നുമില്ലെങ്കിലും യഹോവയുടെ അതേ ആത്മാവ് ഇന്ന് രാവിലെ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വായും ഒരു വടിയാക്കി മാറ്റാൻ എന്റെ ദൈവം ആഗ്രഹിക്കുക. എന്തിനാ നിന്റെ വായ വടിയാക്കുന്നേ? പറഞ്ഞു തരാം. എന്തിനാ വടിയാക്കുന്നേ? സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അത് നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കേണ്ടതിന് അവൻ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചു. ബലമെന്ന് അവിടെ ഉദ്ദേശിക്കുന്ന അധികാരമാണ്. ശിശു എന്ന് ഉദ്ദേശിച്ചത് ഇന്നലെ പിറന്ന നവജാത ശിശുവിന്റെ കാര്യമല്ല. ശിശു എന്ന് ഉദ്ദേശിക്കുന്നത് നീ ആദ്യമായിട്ട് വിശ്വാസി വന്ന ആളാണെങ്കിലും വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും കഴിഞ്ഞിടയ്ക്കാണ് യേശുവിനെ അറിഞ്ഞതെങ്കിലും നീ ഒരു ശിശുവാണെങ്കിലും നിന്റെ വായിൽ ഒരു ബലം തരാൻ. ഫോർ എക്സാമ്പിൾ, പൗലോസ് ഒരു അകാല പ്രജയാണ്. 12 അപ്പോസ്തലന്മാരോടൊപ്പം നടന്നിട്ടില്ല. കഴിഞ്ഞിടയ്ക്ക് യേശുവിനെ അറിഞ്ഞതാ. പക്ഷേ ദമസ്കസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവത്താൽ പിടിക്കപ്പെട്ടവനായി അവൻ യൂദായുടെ ഭവനത്തിൽ നേർവീഥി എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുമ്പോൾ അനന്യാസിനോട് പറയുക, നീ ചെന്ന് അവന്റെ മേൽ കൈവെക്കണം. അത് കാഴ്ച കിട്ടാനല്ല, കാഴ്ചയൊക്കെ കിട്ടി. പഴയ നിയമത്തിലെ ശൗലിന് കഴുത കിട്ടാനല്ലല്ലോ അഭിഷേകം ചെയ്തത്, അവന് രാജാവായി അധികാരപ്പെടുത്താനാണെങ്കിൽ പൗലോസിനോട് പറയുകയാണ്, നീ ആത്മപൂർണനാകണം. ശൗലേ, നീ ആത്മപൂർണനാകുക എന്ന് പറഞ്ഞ് അനന്യാസ് കൈവച്ചപ്പോൾ അവന്റെ കണ്ണീന്ന് ചെതുമ്പൽ പോലെ എന്തോ അടർന്നുപോയി. അവൻ അഭിഷേകം പ്രാപിച്ചു, സ്നാനപ്പെട്ടു, ആഹാരം കഴിച്ചു, ബലം പ്രാപിച്ചു. പിന്നീടാണ് നമ്മൾ കാണുന്നത് അന്ത്യോക്യയിലെ സഭയിൽ ഇതുപോലൊരു ഉപവാസ പ്രാർത്ഥന നടക്കുക. ഉപവാസ പ്രാർത്ഥനയുടെ നടുക്ക് പൗലോസ് ഇരിക്കുമ്പോൾ, ആരാധിച്ച് ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവരെ വിളിച്ച വേലയ്ക്ക് വേർതിരിക്കാൻ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവൻ്റെ മേൽ കൈവച്ചു. പിന്നെ കാണുന്നത് പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ചിട്ട് അനേക സ്ഥലങ്ങളിൽ ശുശ്രൂഷിച്ചു പോകുമ്പോൾ ദേശാധിപതിയുടെ ഭവനത്തിൽ ശുശ്രൂഷിക്കാൻ ചെന്നു. ചെറിയ കാര്യമൊന്നുമല്ല. ദേശാധിപതി എന്ന് പറഞ്ഞാൽ ദേശത്തെ ഏറ്റവും അധികാര കേന്ദ്രമാണ്. അവിടെ ശുശ്രൂഷിക്കാൻ ചെന്നപ്പോൾ എലിമാസ് എന്ന് പറയുന്ന ഒരുത്തൻ, ഒരു വിദ്വാൻ, പൗലോസിന്റെ നേരെ വിരൽ ചൂണ്ടി. പെട്ടെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്, അപ്പോൾ ശൗൽ പരിശുദ്ധാത്മ പൂർണ്ണനായി. ആ വാക്യം തിരിച്ചിട്ടേ, അതും തിരിച്ചു പറഞ്ഞേ,
പൂർണ്ണമായ ആത്മാവിലായി. നിങ്ങൾ പൂർണ്ണമായ ആത്മാവിലാകാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ചേ. പൂർണ്ണമായിട്ട് ആത്മാവിലായി. നമുക്കൊക്കെ ആത്മാവ് വരണമെങ്കിൽ പാട്ടൊക്കെ പാടി കൈയൊക്കെ അടിച്ച് പുത്തമ്പേറൊക്കെ അടിച്ചാല് ചെറിയ ചെറിയ ആത്മാവ് വരുന്നു. പക്ഷേ ഏത് ഗവൺമെന്റ് ഓഫീസിൽ നിൽക്കുമ്പോഴും പ്രതിസന്ധികൾ, അവിടെ ഞാൻ എഴുതിയേക്കുന്നത് എലിമാസ് എന്ന് പറയുന്ന ഒരു നേതൃത്വം. ഞാൻ ഒറ്റ വാക്ക് പറയാം. ഒരു എതിർപ്പ് വെളിപ്പെട്ടപ്പോൾ എലിമാസിനെ മിണ്ടാതാക്കാൻ ന്യായപ്രമാണം വായിച്ചു പഠിച്ച പുള്ളി കല്ലുവെറുക്കി എറിയുന്ന ആളായിരുന്നു. താൻ സേഫാനോസിനെ കൊല്ലാൻ കല്ലുവെറുക്കി എറിഞ്ഞവനാ. പക്ഷേ പരിശുദ്ധാത്മാവിനെ കുറിച്ച് അറിഞ്ഞ അന്ന് മുതൽ കല്ലേറ് നിർത്തിയിട്ട് ഹല്ലേലൂയ ആ മനുഷ്യൻ ആത്മപൂർണനായി വിളിച്ചു പറഞ്ഞു, പിശാചിന്റെ മോനെ, സകല ധൂർത്തം നിറഞ്ഞവനെ, ദൈവത്തിന്റെ വഴിയെ മറിച്ചു കളയുന്നത് നിനക്ക് മതിയാകത്തില്ലേ? നീ കുറച്ച് സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായി ഇരിക്കാം. യോശുവ സൂര്യനോട് നിൽക്കാൻ പറഞ്ഞെങ്കിൽ പുതിയ നിയമത്തിൽ ഒരുത്തം പറയാ, നീ സൂര്യനെ കാണണ്ട. ഉടനെ ഒരു ഇരുട്ടും തിമിരവും വന്നു. ഇത് വായിച്ച് ഞാൻ ഞെട്ടിപ്പോയി. ഇരുട്ട് വന്നു. ഇത് വായിച്ചപ്പോ എനിക്ക് പൗലോസിന്റെ ചില വാക്കുകളോട് ഭയങ്കര സന്തോഷം തോന്നി. അദ്ദേഹം പറയാ, നമ്മൾ പീരത്വത്തിന്റെ ആത്മാവിനെ അല്ല, ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, അപ്പാ പിതാവേ എന്ന് വിളിക്കാൻ പുത്രത്വത്തിന്റെ ആത്മാവിനെ അതെന്ന്. അത് പറയുമ്പോ ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ഈ ദൈവത്തെ കുറിച്ച് നിങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോ, ദൈവം ഈ ക്രിയേഷൻ ഒക്കെ നടത്തുമ്പോ മൊത്തം ഇരുട്ടായിരുന്നു. ഭൂമി വെള്ളത്തിന്റെ അകത്ത് കിടക്കുകയായിരുന്നു. അപ്പൊ ഇരുട്ട. തൊട്ടടുത്ത വീട്ടിൽ പോയി ടോർച്ച് മേടിക്കാൻ തൊട്ടടുത്ത് വീടൊന്നുമില്ല. പക്ഷേ കർത്താവ് ചെയ്തത് എന്താണ്? ദൈവം എന്താ ചെയ്ത്? വെളിച്ചം ഉണ്ടാകട്ടെ. സൂര്യന്റെയോ ചന്ദ്രന്റെയോ സഹായമില്ലാതെ വെളിച്ചം വന്നു. പിന്നീട് ആ സൂര്യനും ചന്ദ്രനും ഒക്കെ വന്നായിട്ട് നമ്മൾ കാണുന്നത്. എന്നാൽ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിവുള്ള പിതാവ് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ കൂരിരുട്ടിൽ വെളിച്ചം വന്നെങ്കിൽ ആ ദൈവത്തിന് പുത്രന്മാരാകാൻ പരിശുദ്ധാത്മാവിനെ പകർന്ന ഹല്ലേലൂയ പൗലോസ് എന്തെന്നറിയാമോ? പട്ടാപ്പകല് വിളിച്ചു പറഞ്ഞപ്പോൾ ഇരുട്ട് വന്നെന്ന്. നമ്മുടെ പിതാവ് അല്ലെങ്കിൽ കൂരിരുട്ടത്ത് വെളിച്ചത്തെ കൊണ്ടുവരുന്നവനാണെങ്കിൽ ആ ദൈവത്തിന് പുത്രന്മാരാകാൻ അഭിഷേകം ആത്മപകർച്ച നടന്നതെങ്കിൽ അത് മനസ്സിലാക്കിയ പൗലോസ് പറയുകയാണ്, നാം പുത്രന്മാരാണ്, മക്കളെങ്കിൽ അവകാശികളാണ്. വിളിച്ചു പറഞ്ഞു. കൂരിരുട്ടിൽ വെളിച്ചം കൊണ്ടുവന്ന പിതാവിന്റെ മകനായി മാറിയ പൗലോസ് പട്ടാപ്പകൽ ഇരുട്ട് കൊണ്ടുവന്നു. സംശയിക്കാതൊന്ന് പറയാവോ? ഞാൻ ചോദിക്കട്ടെ, ഇത്ര പവർ എന്താ? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി, നമ്മുടെ യേശു പറഞ്ഞ ഒരു വാക്കൂടെ ചേർത്ത് വെച്ചോട്ടെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വന്നാൽ അവന് ശക്തി ലഭിക്കുമെന്ന്. ഞാൻ നിഷ്പക്ഷമായിട്ട് ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവുള്ളവർക്ക് തന്നെ ഇത്ര പവർ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്ര പവർ. ഇതിന്റെ പുറകിൽ ഒരു തിയറി ഉണ്ട്, ചുമ്മാ പറയുന്നതല്ല. എന്തോ അതിന്റെ പുറകിലത്തെ തിയറി ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഒരു വചനം മൊത്തവും വായിക്കണ്ട, ഒരു വാക്യത്തിന്റെ പകുതി വായിച്ചാലേ നിങ്ങൾക്ക് യേശു പറഞ്ഞതിന്റെ കാര്യം മനസ്സിലാവും. ഒരു കാര്യം മനസ്സിലാക്കണം, ഈ പവർന്ന് യേശു പറഞ്ഞത് അല്ലെങ്കിൽ അപ്പോസ്തലർ 1:8 കിടക്കുന്ന എന്തുവാ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. അപ്പം ആട്ടുകല്ലും അരകല്ലും ഒക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കാൻ പഴയ നിയമത്തിലെ പോലെ സിംഹത്തെ കീറിയ പോലുള്ള ഫിസിക്കൽ പവർ കിട്ടുമെന്നൊന്നും ആരും ചിന്തിക്കരുത്. അതിന്റെ ആവശ്യം ഇപ്പം നമുക്കില്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്. അതുകൊണ്ട് ഫിസിക്കൽ പവറിന്റെ കാര്യമല്ല അവിടെ പറഞ്ഞേ. എന്നാൽ പുതിയ നിയമത്തിൽ എന്താ അതിനർത്ഥമാക്കുന്നത്? പവർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വായിക്കണം. പവർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കി തരാം. പ്രധാനമന്ത്രിക്ക് ഒരു പവർ ഇല്ലേ? ഡൽഹിയിൽ ഇരുന്ന് പറഞ്ഞാൽ ഇവിടെ വണ്ടി ഓടത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു കെട്ടിടത്തിന്റെ മുന്നിലോട്ട് കളക്ടറും വന്നു, ആനയും വന്നു, കളക്ടറും വന്നു. രണ്ടുപേർക്ക് ഈ കെട്ടിടം പൊളിക്കാൻ പറ്റും. ആന ചവിട്ടി പൊളിക്കും ഫിസിക്കലായിട്ട്. പക്ഷെ കളക്ടർ അങ്ങനല്ല കെട്ടിടം പൊളിക്കുന്നത്. ചരിഞ്ഞങ്ങോട്ട് നിന്നിട്ട് പറയും പൊളിച്ചു മാറ്റുക. യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം അവന് പവർ വന്നത് എങ്ങനെയാണെന്നറിയോ? കാറ്റ് അടങ്ങെന്ന് പറയാൻ. ഇന്ന് ഞാൻ പറയട്ടെ, ശതാധിപൻ വന്ന് പറയുക, നീ എന്റെ പുരയ്ക്കകത്ത് വരണ്ട, ഇവിടെ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരുമെങ്കിൽ ഞാൻ ഇന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറയാണ്, ഈ പൗരുഷനകത്തൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ നോക്കി ഞാൻ പറയാണ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് സൗഖ്യമാകെ, ഇന്ന് രാവിലെ സൗഖ്യമാകെ. ഹല്ലേലൂയ. കാരണം യേശു പറയാ, ഞാൻ ചെയ്ത പ്രവൃത്തി നിങ്ങളും ചെയ്യും. ഇത്ര പവർ വരാൻ കാര്യം അതിന് തിയറി എന്തോ പറയാം. യോഹന്നാൻ 4:24 പറയുന്നു, ദൈവം സമം ആത്മാവ്. 2 കൊരിന്ത്യർ 3:17 പറയുന്നു, കർത്താവ് ആത്മാവ്. ദൈവമായാലും കർത്താവായാലും ആത്മാവ്. അപ്പൊ ആത്മാവ് ഒരുത്തന്റെ അകത്ത് വന്നാലോ? ദൈവം ആരാ? ആത്മാവാ. പ്രപഞ്ചത്തിൽ ദൈവം ആരാ?
എന്നറിയാൻ മേലാത്തോണ്ട് പറഞ്ഞപ്പോൾ നെട്ടലില്ലാത്ത ദൈവമാരാ? പ്രപഞ്ചത്തെ മുഴുവൻ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച ദൈവം ആത്മാവായിട്ട് ഒരുത്തന്റെ അകത്ത് കയറിയിരുന്നാൽ അവന്റെ പവർ ആർക്കും അളക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ചോദിക്കും, മണ്ടത്തരം പറയാ ഭാഷേ? ദൈവത്തെ കുറിച്ച് ഞങ്ങൾ പഴയ നിയമത്തിൽ വായിച്ചത്, മോശയോട് സംസാരിക്കാൻ മലമുളി വന്നപ്പോ മല പുകഞ്ഞ്, എലിയാവിനോട് സംസാരിക്കാൻ ഗുഹാമുഖത്ത് വന്നപ്പോ കൊടുങ്കാറ്റും തീയും ഭൂകമ്പം ഉണ്ടായി. ആ മഹാദൈവം നിങ്ങളുടെ അകത്ത് കയറിയ തവിട് പൊടിയാകത്തില്ല. പറയാം, പഞ്ചപ്പെട്, ആത്മീയമായി വിവേചിക്കണം. നമുക്ക് ഒറ്റ ഉദാഹരണം കിട്ടിയാൽ മതി. അതിന് നിങ്ങൾ വെള്ളത്തെ കുറിച്ച് മാത്രം ചിന്തിച്ച്, വെള്ളം ഒരു ഗ്ലാസ് കൂടുതൽ തണുപ്പിച്ചാൽ ഐസ് കട്ടയായിപ്പോ. ഒരു ഗ്ലാസ്സേ ഉള്ളൂ, തണുപ്പിച്ച് കട്ടയാക്കിയാൽ ഒരു ഗ്ലാസ് വെള്ളമാണെന്നും പറഞ്ഞ് ഒറ്റ പിടിപിടിക്കാൻ ഒക്കത്തില്ല, തൊണ്ടക്കിരുന്ന് ചത്തുവോ. വെള്ളത്തിന്റെ പ്രത്യേകത കൂടുതൽ തണുപ്പിച്ചാൽ കട്ടയായിപ്പോ. എന്നാൽ ഈ വെള്ളം വെള്ളമായിട്ടാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് തൊണ്ടയ്ക്കുടറിയും പോകും. ഐസ് കട്ടയായിട്ടാണെങ്കിൽ തൊണ്ടയ്ക്കുടറിയും പോകത്തില്ല. എന്നാൽ മൂക്കിൽ കൂടെ വെള്ളം കയറ്റി വിടുന്ന ഒരു പരിപാടിയുണ്ട്. ഐസ് കട്ട കയറത്തില്ല, മൂക്കിൽ കൂടെ വെള്ളവും കയറത്തില്ല. പക്ഷെ ഡോക്ടർ പറഞ്ഞു, ലങ്സിനകത്തെ കഫക്കെട്ട് മാറണമെങ്കിൽ വെള്ളം കയറ്റി വിടണം. അത് 10 രൂപയുടെ കുപ്പി മേടിച്ച് ഓടിച്ചാൽ ലങ്സിൽ നിന്ന് പിന്നെ പോകത്തില്ല. അതെങ്ങനെ കയറ്റി വിടണം? ഐസ് കട്ടയായിട്ട് കയറാത്തടത്ത്, വെള്ളമായിട്ട് കയറാത്തടത്ത് വെള്ളത്തിനൊരു വേറെ പ്രത്യേകതയുണ്ട്. ഇത് കൂടുതൽ ചൂടാക്കിയാൽ ആവിയായി പോകും. ആവിയായി കഴിഞ്ഞാൽ പിന്നെ മൂക്കിൽ കൂടെ കയറി പോകുന്നത് വെള്ളം തന്നെയാ. തമിഴന്മാര് പറഞ്ഞൊരു വാക്കുണ്ട്, പരിശുദ്ധ ആവി. അതിന്ന് നിങ്ങളുടെ അകത്ത് കയറിയാൽ ശരിക്കും കർത്താവ് ആത്മാവാ, ദൈവം ആത്മാവാ. ഇന്ന് പകൽ ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ദൈവം നിങ്ങളുടെ അകത്ത് വന്നാൽ, ദൈവമേ എന്നെ രക്ഷിക്കണമെന്നല്ല, എല്ലാവരിലും എല്ലാം പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവം നിന്റെ അകത്ത് താമസിക്കാൻ തുടങ്ങിയാൽ പിന്നെ നീ ദൈവത്തോടൊന്നും പ്രാർത്ഥിക്കണ്ട. നീ ആത്മപൂർണനായി പറയുന്നത് നടക്കാൻ പോകും. ആർക്കെങ്കിലും ഇത് പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. പിന്നെയും പറയുക, റോമാലേഖനത്തിൽ ഒരു വാക്കുണ്ട്, ഭയങ്കര സന്തോഷം തോന്നി. റോമാക്കാരോട് പൗലോസ് പറയാ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ടെങ്കിലുണ്ടല്ലോ, യേശുവിനെ ഉയർപ്പിച്ച ഈ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ, യേശുവിനെ ഉയർപ്പിച്ച അതേ പിതാവ് തന്നെ നിങ്ങളുടെ മർത്യ ശരീരത്തെയും ജീവിപ്പിക്കും. പൗലോസ് വേറെടുത്ത് പറയാ, നിങ്ങളുടെ ബലഹീനതയ്ക്ക് അവൻ തുണ നിൽക്കും. ഞാനത് വായിച്ചപ്പം ഈ ശിംശോനെ കുറിച്ച് ഓർമ്മ വന്നേ. അയാൾ അപ്പനെ അമ്മയെ കൂട്ടി ഒരൊറ്റയടി പാതയിലൂടെ വിവാഹ നിശ്ചയത്തിന് പോകുമ്പോ ഒരു ബാലസിംഹം അവന്റെ നേരെ വന്നു. പെട്ടെന്ന് അവന്റെ അമ്മായച്ചനോ അളിയനോ വന്നെന്നല്ല, പെട്ടെന്ന് ഫോറസ്റ്റ് വണ്ടി വന്നെന്നല്ല, യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നു. സിംഹം ഇങ്ങോട്ട് കയറി പിടിക്കുന്നതിന് മുമ്പേ ശിംശോൻ അങ്ങോട്ട് ചെന്നതിനെ കയറി പിടിച്ചു. എന്താ കാര്യം? സിംഹത്തെക്കാൾ ബലം ശിംശോന് കിട്ടി. ലോകത്തിലുള്ളവനെക്കാട്ടിലും വലിയവൻ നിന്റെ അകത്തുണ്ടെങ്കിൽ സിംഹത്തെക്കാൾ ബലം. ഇന്നും ആ സിംഹം ഉണ്ട് പ്രിയപ്പെട്ടവരെ. അത് നിഴലാണ്. അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങണോ നോക്കി ചുറ്റിത്തിരിഞ്ഞടക്കുന്ന ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്ന പൈശാചിക മണ്ഡലങ്ങളോട് പോരാടുന്നത് കൂടെയാ ഉപവാസ പ്രാർത്ഥന. ഇന്ന് ആത്മാവിൽ നിറഞ്ഞ് ഒരു വാക്ക് കൽപ്പിച്ചാൽ ചില കെട്ടുകൾ അഴിയാൻ പോകുകയാണ്, ചില ബന്ധനങ്ങൾ അഴിയാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. യെശയ്യാവ് ഈ വിഷയത്തിൽ പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടിയതാ. എന്നാന്നറിയോ? അയാൾ പറയാണ്, 32:15 പറയാ, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുമ്പോ മരുഭൂമി ഉദ്യാനമാകുമെന്ന്. മരുഭൂമിയല്ല, ഉദ്യാനമാകും. അങ്ങോട്ട് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാകത്തില്ല. രക്തസ്രവം കൊണ്ട് പൊറുതി മുട്ടി മുതലെല്ലാം നഷ്ടപ്പെട്ട് ഏറിയൊന്ന് സഹിച്ച് ഇനി ഒരു രക്ഷയില്ലെന്ന് കരുതിയിരിക്കുമ്പോ യേശുവിനെ കുറിച്ചുള്ള വർത്താനം കേട്ടെന്ന്. എന്തോ യേശുവിനെ കുറിച്ച് കേട്ടത്? പ്രവാചകനാണ്, ഭ്രാന്തനാണ് എന്നൊക്കെ പലരും പറയുമ്പോൾ യേശുവിനെ കുറിച്ച് ഇവള് കേട്ട എന്നാന്നറിയാമോ? യഹൂദിയിലൊക്കെയും ഉണ്ടായ വർത്തമാനം, നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പൊ യേശുവിന്റെ പ്രസംഗം കേൾക്കാനല്ല, പ്രവചനം കേൾക്കാനല്ല, കുറെ കൂടെ ചെന്ന് യേശുവിനെ തൊട്ടു. പെട്ടെന്ന് ശക്തി അവനിൽ നിന്ന് പുറപ്പെട്ടു. അവിടെ എഴുതിയിരിക്കുന്നു, ക്ഷണത്തിൽ രക്തസ്രവം നിന്നു, ബാധ മാറി, സ്വസ്ഥയായി. മരുഭൂമിയെ ഉദ്യാനമാക്കാൻ. നിങ്ങൾ കണ്ടോ? എനിക്ക് വലിയ ഞങ്ങൾ ക്യാമ്പൊക്കെ നടത്തുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ വീടിനോട് ചേർന്ന് ഹോളൊക്കെ പണിത് എല്ലാ മാസവും സൗജന്യമായിട്ട് 100 പേർക്ക് ഞങ്ങൾ ഭക്ഷണമെല്ലാം കൊടുത്ത് എല്ലാ മാസവും. ഇപ്പം ഇന്നലെ കഴിഞ്ഞതേ ഉള്ളൂ. കേരളത്തിൻ്റെ തന്നെ എല്ലാ ഭാഗത്തുനിന്നും, ഇന്ത്യയുടെ പല ഭാഗത്തുനിന്നും തന്നെ ആൾക്കാർ വരും. എന്തിനാ ഇത് മെനക്കെട്ട് നടത്തുന്നത്, സൗജന്യമായിട്ട് നടത്തുന്നറിയോ? പിന്നെ ഭയങ്കരമായി ടച്ച് ചെയ്തൊരു വിഷയമുണ്ട്.
40-ലധികം വയസ്സുള്ള ഒരു മനുഷ്യൻ 4 പേര് താങ്ങിയെങ്കിലേ ഭിക്ഷയാചിച്ച് ജീവിച്ചോളാമെന്ന് അങ്ങ് തീരുമാനിച്ചു. പക്ഷെങ്കിൽ 4 പേര് താങ്ങിയെങ്കിലേ അതും കഴിയത്തുള്ളൂ. അങ്ങനെ നിസ്സഹായനായി ദൈവാലയത്തിന്റെ മുമ്പിൽ ഒരുത്തനിരിക്കുക. തൊട്ടുപുറയിലത്തെ ദൈവാലയത്തിന് ഇവനെ സഹായിക്കാൻ കഴിയാതിരിക്കുമ്പോൾ അഗ്നിതാവിന്റെ സ്പർശനമേറ്റ ആത്മാവുള്ള പത്രോസ് എന്നിട്ട് കയ്യേലാൻ കയറി പിടിച്ചിട്ട് പറഞ്ഞു, വെള്ളിയും പൊന്നും ഒന്നും എനിക്ക് തരാനില്ല, എനിക്കുള്ളത് നിനക്ക് തരാൻ പോവാ. ഉടനെ അവന്റെ നരിയാണികൾ ഉറച്ചു. പിന്നെ അവനെ ഭിക്ഷക്കാരുടെ കൂടെ അല്ല കണ്ടത്, അവനെ പള്ളിപ്പറമ്പിലല്ല കണ്ടത്, പള്ളിക്കകത്ത് അവൻ തുള്ളിച്ചാടുകയാണ്. ഇന്ന് പകൽ ഞാൻ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അഭിഷേകം മുഖങ്ങളെ തകർക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ തട്ടി കർത്താവിനെ ഇരിക്കുന്ന സ്ഥലത്ത് ദൈവത്തെ സ്തുതിച്ചാട്ട് ശക്തിയേറിയ ഒരു അഭിഷേകം ഇറങ്ങാമെങ്കിൽ എല്ലാ മുഖങ്ങളും തകരാൻ പോകുകയാണ്. എനിക്ക് വലിയ ഇഷ്ടം തോന്നി. ശമൂവേൽ പ്രവാചകനെ കുറിച്ച് പറഞ്ഞത് ഭയങ്കരമായിട്ട് എന്നെ സന്തോഷിപ്പിച്ചു. അയാള് കഴുതത്തിറക്കി ബെന്യാമീൻ ഗോത്രത്തിൽ നിന്ന് വന്ന ഒരു പാവപ്പെട്ട മനുഷ്യനോട് പറയുക, കഴുതയെ കുറിച്ചുള്ള ചിന്തയൊക്കെ വിട്, എന്നിട്ട് നീ, ഞാൻ ഒരു കാര്യം പറയാം, പരിശുദ്ധാത്മാവ്, യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേത്ത് വന്നിട്ട് നീയും അവരെ പോലെ പ്രവചിക്കുകയും ആൾ മാറിയവനെ പോലെ ആവുകയും ചെയ്യുന്നു. 4 പേരുടെ നടുവിൽ നിവർന്ന് നിൽക്കാൻ കഴിവില്ലാത്ത ശൗലിനെ അഭിഷേകം ചെയ്ത് ഇസ്രായേലിന്റെ 1ാമത്തെ രാജാവാക്കിയ വലിയ സന്തോഷം തോന്നി. ഈ ദൈവാത്മാവിനെ കുറിച്ച് പഠിപ്പിക്കാൻ പോയാൽ ഇന്നിവിടെ ഒന്നും തീരത്തില്ല. ഞാന് ഗബ്രിയേൽ ദൂതൻ ഇതിനെ കുറിച്ച് പറഞ്ഞത് എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. ഗബ്രിയേൽ ദൂതൻ പറയണേ, മറിയോട് പറഞ്ഞ, പക്ഷെ അതിനകത്ത് ദൂതുണ്ട്, നമുക്കുള്ള ദൂതുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേ നേരിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. പുരുഷനെ കൂടാതെ ഒരു കുഞ്ഞെങ്ങനെ ഉണ്ടാകുന്നൊക്കെ ഈ സ്ത്രീ ചോദിക്കുമ്പോ, നിന്റെ കല്യാണം യോസേഫുമായിട്ട് ഞങ്ങൾ നടത്താൻ പോവാന്നല്ല പറഞ്ഞത്, പരിശുദ്ധാത്മാവ് വരുന്നതിനെ കുറിച്ചാ പറഞ്ഞത്. എന്നിട്ട് പറയാ, നമുക്ക് എല്ലാവർക്കും അറിയാം പുരുഷനെ കൂടാതെ ഒരു കുഞ്ഞ് ഉദരത്തിൽ ഉണ്ടാകത്തില്ല. പക്ഷെ ഇവിടെ പറയാ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിന്റെ ഉദരത്തിൽ കുഞ്ഞുണ്ടാവും. നമ്മളെ സംബന്ധിച്ച് ഇപ്പൊ ദൈവാത്മാവ് വരുമ്പോൾ നമ്മുടെ ഉദരത്തിൽ കുഞ്ഞൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ അതിനകത്തൊന്നൊരു ദൂതുണ്ട്, ഇല്ലാത്തതിനെ ഉളവാക്കിക്കൊണ്ടുവരാ. നിങ്ങൾ ചോദിക്കും ഉദാഹരണം വല്ലതും ഉണ്ടോ? ഞാൻ പറയാം. ഞാൻ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലും പോയി. പക്ഷെ എനിക്ക് ഭാഷയൊന്നും പഠിക്കാൻ പറ്റിയില്ല. 2-3 മാസം താമസിച്ചിട്ട് ഭാഷ പഠിക്കാൻ പറ്റിയില്ല. ഞാൻ കർണാടകയിൽ 6 വർഷം താമസിച്ച് ജോലി ചെയ്തുകൊണ്ട് എനിക്ക് അത്യാവശ്യം കന്നഡ അറിയാം. അപ്പൊ ഒരു ഭാഷ സ്വാധീനമാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം പറയാം. ഗലീലക്കടപ്പുറത്ത് മീൻ പിടിച്ചോണ്ട് നടന്ന എബ്രായ ഭാഷ മാത്രം സംസാരിക്കുന്ന ഈ മുക്കോന്മാര്, ആ ഗലീലക്കടപ്പുറം വിട്ടുപോയിട്ടില്ലാത്ത മുക്കോന്മാര് ഒരു വീട്ടിൽ കൂടിയിരുന്ന് പറഞ്ഞു ജർമ്മൻ ഭാഷ പഠിക്കാൻ. ഏതോ പഠിക്കാൻ പോയെന്നല്ല പറഞ്ഞു, ജർമ്മൻ ഭാഷ പഠിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. ഒരു വീട്ടിൽ അഭിഷേകത്തിന് വേണ്ടി കാത്തിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന് അവരെ തൊട്ട് കഴിഞ്ഞപ്പോൾ അവർ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ഭാഷ അനായാസേന സംസാരിക്കാൻ തുടങ്ങി. വിശ്വസിക്കുന്നൊരു കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. എത്ര നോക്കിയിട്ടും ജർമ്മൻ ഭാഷ പഠിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജയിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ലോകത്തിലെ 18ഓളം രാജ്യങ്ങളിൽ നിന്ന് വന്നവർ അത്ഭുതത്തോടെ നോക്കിയിട്ട് പറയാ, ഇവർ ഗലീലക്കാരാണ്, ഇവർ സാമാന്യരാണ്, പഠിപ്പില്ലാത്തവരാണ്, പക്ഷേ ഇവർ നമ്മൾ ജനിച്ച് വളർന്ന നാട്ടിലെ ഭാഷ പറയുന്നു. എനിക്ക് മനസ്സിലായി, കഴിവില്ലാത്തവനെ കഴിവുള്ളവനാക്കാൻ, ഇല്ലാത്തത് നിങ്ങളിൽ ഉളവാക്കാൻ. നിങ്ങളൊന്ന് പറഞ്ഞേ, ചുമ്മാണോ? അന്ത്യകാലത്ത് ദൂത് തീർന്നുകൊണ്ടല്ല, സമയം ഇവിടെ പര്യവസാനിക്കുന്നത് കൊണ്ട്. ഇല്ലാത്തതിനെ ഉളവാക്കാൻ, മരിച്ചതിനെ ജീവിപ്പിക്കാൻ, അധികാരം തരാൻ, ആളുമാറിയവനെ പോലാക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ഇന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട് നിങ്ങളുടെ അടുത്ത് വന്ന് ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ. പക്ഷെ ഇത് സംവിധാനം വേറെ ആയതുകൊണ്ട് തൊടുന്നില്ലെങ്കിലും എനിക്ക് പ്രത്യാശയുള്ളൊരു കാര്യം ഞാൻ പറയാം. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നെങ്കിൽ എല്ലായ്പ്പോഴും എല്ലാവരെയും പത്രോസും യോഹന്നാനും ശമരിയെ പോയി തൊട്ടതുപോലെ, എഫെസോസിൽ പൗലോസ് പോയി തൊട്ടതുപോലെ നിങ്ങളെ തൊടാവുന്ന ഒരു സാഹചര്യത്തിലല്ല ഇന്ന് ഞാൻ ഈ വചനം പറയുന്നത്. പക്ഷേ പഴയ നിയമത്തിലുണ്ട്, ശൗലിന്റെ ചെവിയിൽ ആ വർത്തമാനം എത്തിയപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ശൗലിന്റെ ചെവിയിൽ ആ വർത്തമാനം എത്തിയപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു.
ഇന്ന് ഈ വർത്തമാനം ഏത് വിധേനയും നിങ്ങളുടെ ചെവിയിലെത്തിക്കാനാണ് പരിശുദ്ധാത്മാവ് പ്രഭാതത്തിൽ എന്നോട് പറഞ്ഞത്. ഞാൻ നിശ്ചയമായിട്ട് വിശ്വസിക്കും ഇന്ന് നിങ്ങളുടെ മേലും ആത്മാവിനെ പകരാൻ കർത്താവിന് കഴിയും. ആ കണ്ണുകൾ ഇരിക്കുന്ന സ്ഥലത്ത് നടച്ചാട്ടെ, ആ കണ്ണുകളൊന്ന് മൂടി, ആ കൈകളൊന്ന് മലർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ് നിന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാൻ. എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച പരിശുദ്ധാത്മാവിന് കഴിയും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അപ്പാ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ പകലിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നിന്റെ ജനത്തിനോട് നീ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, ആ ശൗലിൻ്റെ ചെവിയിൽ ആ വർത്തമാനം എത്തിയപ്പോൾ ആത്മാവ് അവൻ്റെ മേൽ വന്നതുപോലെ ഇപ്പോൾ ലോകമെമ്പാടും ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവ്, ഈ പൗരുഷൻ ടിവിയിലൂടെ മറ്റു മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഈ നിന്റെ ജനത്തിൻ്റെ മേൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകർന്ന് ആത്മാവിനാൽ അവർ നിറയട്ടെ. യേശുവിൻ നാമത്തിൽ